കോലത്താണ്ടി ഇന്നത്തെ യാത്ര ശ്രീ കുന്നിമതിലകം ശിവക്ഷേത്രത്തിലേക്കാണ്. ചെറുകുന്നാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കുന്നിമതിലകം എന്നത് കേട്ടതുപോലെ തന്നെ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അമ്പലത്തിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ആ അമ്പലത്തിലെ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പേ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. അവർ അമ്പലത്തിൻ്റെ കുളമാകാനാണ് സാധ്യത. പക്ഷേ ഫുൾ കാട് മൂടിയിട്ട് ഒരു മോശാവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയി നോക്കാം. അപ്പോൾ അത് കുറേ സ്റ്റെപ്പ് ഉണ്ട് എന്തായാലും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും മേലേക്കോട്ടേക്ക്. എന്തായാലും അമ്പലം ഇപ്പം ഓപ്പൺ ആയിരിക്കില്ല. ആ അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 5:45 മുതൽ 7 മണി വരെ ആയിട്ടാണ് ഞാൻ കണ്ടത് ഈവനിങ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് നമുക്ക് ആ അമ്പലത്തിലെത്താൻ. കുന്നിൻ്റെ മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ്. നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്താനായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് എത്തുമ്പം ചുറ്റുമുള്ള കാഴ്ച വെച്ചാൽ ഇടതൂർന്ന കാടാണ്. ഫുൾ വള്ളികളൊക്കെ ആയിട്ടുള്ള കാടാണ് ഇവിടെ ചുറ്റുമുള്ളത്. ഇപ്പം ഇത്രയും ഹൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുകളിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തും. ഈ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ മേലെ ഓം നമഃ ശിവായ എന്ന് എഴുതിയിട്ടുള്ള ഒരു വലിയൊരു കവാടം ഇവിടെയുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ വ്യൂ. ഒരു വലിയ കുന്ന്, ആ കുന്നിൻ്റെ മുകളിൽ ഒരമ്പലം, ചുറ്റും കാട്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരിക. ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറുകുന്നാന്ന് ഞാൻ പറഞ്ഞു. ചെറുകുന്ന് കോപ്പുറത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്താ വ്യൂ അല്ലേ, ഫുൾ കാടൊക്കെ ആയിട്ട് അമ്പലം. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഈ അമ്പലത്തിലുള്ളത്. അപ്പോൾ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിലെ വ്യൂ കാണിച്ചാൽ ഇവിടെ ഒരു ഇതുണ്ട്. എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ആ കാണുന്നതൊരു വീട് അത്യം താഴെയുള്ളത്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ കുന്നിമതിലകം ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബലിക്കലുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പുനരുദ്ധാരണ ഫണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് സംഭാവന ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്രണ്ടിലുള്ളത് മുന്നിൽ തന്നെ വലിയൊരു കാടാണ്, വള്ളികളൊക്കെ പടർന്നു കയറിയിട്ടുള്ള കാടാണ്. ഞാൻ കാണിച്ചില്ല, അത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ഒരു മനോഹരമായ അമ്പലമാണിത്. നമുക്കൊന്ന് ഈ അമ്പലത്തിന് ചുറ്റൊന്ന് നടന്നിട്ട് വരാം. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിൽ. ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ മാറ്റം വരുത്തും. ഓക്കെ, ഞാനിപ്പോൾ ഈ അമ്പലത്തിന് ചുറ്റും നടക്കുവാണ്. വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ചുറ്റും. അതെനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ കല്ലൊക്കെ കാണുമ്പോൾ വളരെ പഴക്കമുള്ളൊരു അമ്പലമാണ്. അതിപ്പോൾ പുനരുദ്ധരിച്ചിട്ട് കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വളരെ കാലമായിട്ടുള്ളൊരു സംശയമാണ്. അപ്പോൾ ഈ ഒരു ഇതല്ലേ നമ്മൾ അധികം അമ്പലത്തിലും കാണുന്നതാണിത്. അപ്പോൾ ഇത് ഉള്ളിലെ കൂടി കടന്നോടെ പുറത്തു കൂടി കിടക്കണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അമ്പലം ഞാനിപ്പം ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഒരു കാണാനുള്ള കാഴ്ചകൾ.
അപ്പോൾ ഞാൻ അമ്പലത്തിന് ഒരു ചുറ്റം വെച്ചിട്ട് ഞാനിപ്പം അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശിവൻ്റെ അമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ, നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ തന്നെ വലത്തേ സൈഡിലായിട്ട് വേറൊരു അമ്പലം കൂടിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അമ്പലമാണ്. അപ്പോൾ അതിപ്പം പൂട്ടിയിട്ടുള്ളത്, നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അത്ര വരെ പോയിട്ട് വരാം. അപ്പോൾ ചുറ്റും കാടായിട്ട് ഇതാണ് ഈ അമ്പലം. നമുക്ക് ഉള്ളിൽ കയറാൻ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനത് തുറന്നിട്ടുള്ളിൽ കയറുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് കണ്ടിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബാനറിൽ എന്താ എഴുതിയിട്ടില്ലെന്ന് വായിച്ചു നോക്കാം. നവീകരണ പ്രവൃത്തിയുടെ പൂർണ്ണതയ്ക്ക് ശ്രീകോവിലിന് ചുറ്റുള്ള തിരുമുറ്റം കൃഷ്ണശില പാകുന്നതിന് 1500 ചതുരശ്ര അടി ആവശ്യമാണ്. ഒരു ചതുരശ്ര അടി കൃഷ്ണശിലയ്ക്ക് 300 രൂപ വേണ്ടിവരും. ധാരാമതികളായ ഭക്തജനങ്ങൾ ഈ ഒരു സംരംഭത്തിൽ കുടുംബസമേതം പങ്കാളികളാണെന്ന് ഭഗവത് നാമത്തിൽ സഭയെ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറൊന്നും കാണുന്നില്ല. ഇനി എപ്പോഴും നമ്പറെല്ലാം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റിൽ പിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനെന്തായാലും ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് ഞാൻ തിരിച്ചിറങ്ങണം. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ തിരിച്ചിറങ്ങണം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇവിടെ വേറെ തന്നെ ഒരു വൈബായിരിക്കും. എന്തായാലും ഞാൻ നേരത്തെ കാണിച്ച കുളത്തിൻ്റെ ഒരു ഭംഗിയാണിത്. ഫുൾ ആളും കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ പുനരുദ്ധാരണ ഭാഗമായിട്ട് ഇതും വൃത്തിയാക്കുമായിരിക്കും. അപ്പോൾ ഭക്തജനങ്ങളുടെ സഹായം മൂലം ഇത് നല്ല രീതിയിൽ വരട്ടല്ലേ. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ആലത്തിൻ്റെ ഇവിടെ സൈഡിൽ. പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ ടോട്ടലായിട്ടുള്ള വ്യൂ.